പതിവില്ലാതെ പണി സാധനങ്ങളായിട്ടൊക്കെ പണിയുണ്ട്. സത്യം പറഞ്ഞാലേ കനകമച്ചമ്പി ക്ലീറ്റമ്മച്ചമ്പി കുറ്റം പറയുന്നതിനകത്ത് യാതൊരു തെറ്റും. എന്താ അങ്ങനെ തോന്നേ? അല്ല, ഓരോ കാര്യങ്ങൾ ഈ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ. പാലേന്നെങ്ങാണ്ട് ക്ലീറ്റമ്മച്ചമ്പിയുടെ ഒരു കൂട്ടുകാരെങ്ങാണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പൊ ഫിലിം ഫെസ്റ്റിവൽ നടക്കൂല്ലേ, അവിടെ സിനിമ കാണാൻ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വരുന്നെന്ന് പറഞ്ഞേ ഉള്ളൂ. എടാ നീ വീട്ടിലോട്ട് വേടാ, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, 2 ദിവസം ഇവിടെ തങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മച്ചമ്പി തങ്ങാൻ ചേട്ടത്തി ഇവിടെ ഇല്ലല്ലോ, നമുക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റും? പേര് ലില്ലിപ്പണ്ണുണ്ടല്ലോ, അവള് വെച്ച് കൊടുക്കും, അവൾക്ക് എന്താ വെച്ച് കൊടുത്താൽ അവൾക്കും അറിയാവുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ടൊരു വർത്തമാനം. കാര്യം കനകമച്ചമ്പി എന്നാൽ ലില്ലിപ്പണ്ണെ അങ്ങനെയിട്ട് ജോലി ചെയ്യിപ്പിക്കത്തേ ഇല്ല. ഈ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ നമ്മൾ വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. സിനിമ കാണാൻ വന്നൊക്കെ തിരുവനന്തപുരത്ത് ഒന്ന് സിനിമ കണ്ടിട്ട് പോയാൽ പോയി. ഏത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ സത്യം ഞാൻ ആലോചിച്ചു. മച്ചമ്പി ഓരോ പോയിന്റ് പറയുമ്പോൾ അതിനകത്തെല്ലാം വസ്തുതകളുണ്ട്. പുള്ളി ചുമ്മാ വഴിയെ പോകുന്നതെല്ലാം കയറി ഏറ്റുപിടിക്കും. അത് ശരിയാണോ സാറേ? അല്ല പണിയുണ്ട്. അതല്ല ഞാനേ അത് തന്നെ. ഓ അത് ശരി, കുഴപ്പമില്ല. നീ എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. നമുക്ക് നോക്കാം. ഓ ലില്ലിമോളെ, പിന്നെ ഒരു അതിഥിയുണ്ട്. ആര്? നമ്മുടെ പിന്നെ തോമസ് അച്ചായനില്ലേ, പാലായില്ലേ, പലചരക്ക് തോമസ് അച്ചായന്റെ മോൻ വർഗീസ് അച്ചാച്ചൻ. വർഗീസ് അച്ചാച്ചൻ അവൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുന്നുണ്ടോ? ഇല്ല, അവിടെ ഫിലിം ഫെസ്റ്റിവലിന് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയണേ ഞാൻ ഇവിടെ ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഉച്ച ഊണ് ഇവിടെ നാക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി വരട്ടെ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, അവന് ബീഫ് ഭയങ്കര ഇഷ്ടം. ഒന്ന് ബീഫ് ഇച്ചിരി ഒലത്തി, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഇച്ചിരി പരിപ്പും ഇച്ചിരി സലാഡും ഒരു അച്ചാറും 2 പപ്പടവും ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് അവനെ എന്തെങ്കിലും സന്തോഷപ്പെടുത്തി വേണം. കാരണം എന്തറിയാമോ, ഈ വായി നോക്കി എൻ്റെ നാക്ക് ശരിയല്ലേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് മോശം പറഞ്ഞാൽ അവന് നല്ല ഫുഡ് കൊടുത്തു വിടണം. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കുറച്ച് കൊഞ്ചും കണവയും ഞണ്ടും എല്ലാം കൂടെ ആയിക്കോട്ടെ. അത് അടുത്ത ദിവസം ആക്കാം നമുക്ക്. ഇനി അന്നല്ലേ ഇത് ഹോട്ടലല്ലേ ഇത് വരുന്നവർക്ക് വെച്ചു കൊടുക്കാൻ പറ്റത്ത്? ഹോട്ടലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്ത് മാന്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. അത് വേണം ഇത് വേണം, എന്തോന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വേണം, നീ ഒഴിച്ചു വിടാൻ കൊടുക്കണം. നീ എന്തിനാണ് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞത് എന്റെ പെങ്ങളോടാണ് പറഞ്ഞത്. അല്ല, നീ എന്തൊരു ചെറുപ്പിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? നിനക്ക് നിന്റെ അകത്ത് കയറി നിന്ന് പത്രം വായിച്ചോളൂ, അതുകൊണ്ടല്ലേ നിനക്ക് ഇത് കേൾക്കേണ്ടി വന്നത്. ഞാൻ എന്റെ വീടിന്റെ മുന്നിൽ ഇരുന്നാണ് ഈ പത്രം വായിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അകത്ത് പോയിരിക്കണോ? ഞാൻ അകത്തിറങ്ങണോ പുറത്തിറങ്ങണോ തീരുമാനിക്കും ഞാനാണ്. പക്ഷെ ഞാൻ എന്റെ പെങ്ങളെടുത്ത് ആ കാര്യം പറയുമ്പോൾ അവൾക്ക് സൗകര്യം ഉണ്ട്, അവള് ചെയ്യും. അത് ചെയ്യണമെന്ന് നീ അല്ല തീരുമാനിക്കുക, അവള് ചെയ്യും. പിന്നെ അല്ലാതെ നിന്റെ എത്ര നിന്റെ വീട്ടിൽ എത്രയോ പോലീസുകാരന്മാർ അവിടെ വന്നപ്പോ ഇവിടുന്ന് എത്ര നേരം ഭക്ഷണം ഉണ്ടാക്കിട്ട് കൊടുക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്കറിയാം. നിനക്ക് സൗകര്യം അവൾക്ക് സൗകര്യം അവള് തീരുമാനിക്കും. വേറെ ഒരു പണിയില്ല, ജോലിക്കും പോവാതെ സർക്കാരിന് പൈസ അവിടെ ചേച്ചി ഇല്ലാത്തോണ്ടല്ലേ ക്ലീറ്റോച്ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞത്. പിന്നെ ക്ലീറ്റോച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വരുമ്പോ ഇവിടെ ഞാനുള്ളപ്പോ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണോ? അത് എവിടുത്തെ മര്യാദയാ? മാന്യമായിട്ട് എന്തെങ്കിലും പറയാം. ഉള്ളതിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്താണോ അത് കൊടുക്കുക. അത് ക്ലീറ്റോച്ചേട്ടന്റെ ആഗ്രഹം പറഞ്ഞു, ഞാൻ എനിക്ക് പറ്റുന്നത് വെച്ചുണ്ടാക്കും, അത്രേ ഉള്ളൂ. അവന് കിടന്നോണ്ട് രാവിലെ കിടന്നോണ്ട് ഒച്ചയിടുക നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എന്തെങ്കിലും ഒരു പണി വേണ്ടേ?